മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് എന്നോടൊപ്പം ചേരുന്നു. ദാവൂദ്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വർഷം പൂർത്തിയാകുമ്പോൾ ആ പൂർത്തിയാകുന്ന വാർഷികത്തിൽ തന്നെ ഒരു സമാധാന ചർച്ച നടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? അല്ല, സമാധാന ചർച്ച നടക്കുന്നു പറഞ്ഞാൽ നോക്കൂ, ഈ ഫലസ്തീനികൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ അവസാനിക്കണം, മനുഷ്യർ കൊല്ലപ്പെടുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാകുന്നൊരു സമാധാന ചർച്ചയല്ല. പലതരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മളിതിൽ കാണണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്ക ഇപ്പോൾ ഭരിക്കുന്ന നമുക്കറിയാം മാഗ ഗ്രൂപ്പ്, അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു നയനിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം. അപ്പോൾ അമേരിക്കയിലെ ഈ മാഗ ടീം, അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ, അതിനകത്ത് വലിയ തോതിലുള്ള ഒരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമേരിക്ക ഫസ്റ്റ് ആണല്ലോ നമ്മുടെ നിലപാട്, പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇത് അമേരിക്ക ഫസ്റ്റ് അല്ല, ഇസ്രായേലി ഫസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക രാഷ്ട്രീയമായോ സാമ്പത്തികമായോ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. മറിച്ച് ഇത് നമുക്കൊരു ലയബിലിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പബ്ലിക് പോസ്റ്ററിങ്, ഇൻ്റർനാഷണൽ ഇമേജ് അതിനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തന്നെ ചെറുപ്പക്കാർ നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഇസ്രായേൽ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും അധികം ജൂതർ അധിവസിക്കുന്ന ന്യൂയോർക്കിൽ ഈ മംദാനിയെ പോലുള്ള മംദാനിയാണ് അവിടുത്തെ മേയറൽ കാൻഡിഡേറ്റ് സഹറാൻ മംദാനിയുടെ ഇലക്ട്രൽ പ്രൈമറിയിൽ അദ്ദേഹം വിജയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാട്ടർ ഷെഡ് മൂവ്മെൻ്റാണ്. അപ്പോൾ അത് സഹറാൻ മംദാനി വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഇസ്രായേൽ വിരുദ്ധ പൊസിഷൻ എടുത്ത ആളാണ്. ഞാൻ ഇസ്രായേൽ പോകില്ല എന്ന് പറഞ്ഞ ആളാണ്. ഈ നെതന്യാഹു ഇവിടെ കാലുകുത്തിയാൽ അവനെ ഞാൻ അറസ്റ്റ് ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ന്യൂയോർക്കിലെ ഒരു മേയറൽ കാൻഡിഡേറ്റ് അയാൾ പ്രൈമറിയിൽ ഗംഭീരമായി വിജയിക്കുക എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ രാഷ്ട്രീയ ഡെവലപ്മെൻറ്റുകൾ നമ്മൾ കാണണം. നമ്മൾ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും അതേസമയം ഫലത്തിൽ ഇസ്രായേൽ ഫസ്റ്റ് എന്നുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളാര് എന്ന ചോദ്യം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനകത്ത് തന്നെ വളരെ വലിയ തോതിൽ വരുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് എപ്പോഴും ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ പറയുന്ന മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഐപാക്ക് പോലെയുള്ള ഈ സംവിധാനങ്ങളാണ്. അപ്പോൾ ഈ അമേരിക്ക ഫസ്റ്റ് റിപ്പബ്ലിക്കനകത്ത് തന്നെയുള്ള അമേരിക്ക ഫസ്റ്റ് അല്ലെങ്കിൽ മാഗ ഗ്രൂപ്പും ഈ പറയുന്ന ഐപാക്ക് പോലെയുള്ള ലോബിയിസ്റ്റുകൾ നിയന്ത്രിക്കുന്ന വിഭാഗവും തമ്മിലുള്ള ഒരു സംഘർഷം, ഈ സംഘർഷത്തിൽ ഒരു ബാലൻസിങ് ട്രിപ്പിക്സ് ആക്റ്റാണ് ആര് നിർവഹിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ് നിർവഹിക്കുന്നത്. അതിനകത്തുള്ള ഒരു സമ്മർദ്ദത്തെ ഏതോ നിലയ്ക്ക് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി ട്രംപ് നടത്തുന്ന ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീസ് ഫയർ ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആത്മാർത്ഥമായോ ഈ ജിനോസൈഡ് അവസാനിക്കണമല്ലോ, ഗസയിലെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമല്ലോ, ഫലസ്തീനികൾക്ക് സമാധാനം ഉണ്ടാവണമല്ലോ എന്നുള്ള ഒരു മാനവികമായ ആഗ്രഹ ചിന്തയുടെ പുറത്തല്ല, മറിച്ച് ലോകത്ത് മനുഷ്യാവകാശങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ, കൂട്ടക്കൊലയെ എതിർക്കുന്ന മനുഷ്യർ, ജനാധിപത്യവാദികൾ, അവർ ഉയർത്തിയിട്ടുള്ള വലിയ സമ്മർദ്ദം, ആ സമ്മർദ്ദം അമേരിക്കയിലും ഉണ്ടാക്കിയുള്ള സമ്മർദ്ദം, അമേരിക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള സമ്മർദ്ദം, ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള അവിടെ വരുന്ന ഒരു പോളിസി ഷിഫ്റ്റ് നമുക്ക് വേണ്ടി വരുമെന്നൊരു ആലോചന. ഒപ്പം ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് എന്ന് പറഞ്ഞാൽ ഹീസ് എ മാൻ ഓഫ് ഡീൽ മേക്കിംഗ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഗൾഫ് രാജ്യങ്ങൾ, ഗൾഫ് മൊണാർക്കീസ്, അവരുമായിട്ടുള്ള ഇടപാട് എന്താണ്? പലതരം ഡീലുകളാണ്. അപ്പോൾ അവരെയും പിണക്കാൻ പറ്റില്ല, സമ്പൂർണ്ണമായി ഖത്തറിനെ പിണക്കാൻ പറ്റില്ല, സമ്പൂർണ്ണമായി സൗദിയെ പിണക്കാൻ പറ്റില്ല, സമ്പൂർണ്ണമായി തുർക്കിയെ പിണക്കാൻ പറ്റില്ല. ഇതിനിടയിലൊരു കളിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വിചിത്രമായിട്ട് പലപ്പോഴും തോന്നുന്നത്. ഒരേ സമയം നെതന്യാഹുവിന് ചീത്ത പറയുന്നത് പോലെ തോന്നും, ഹമാസിനെ വിരട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ ഈ ഒരു ബാലൻസിങ് ട്രിപ്പീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എന്തോ ഒരു വർക്കബിൾ സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അത്രയും ആശ്വാസം. അതാണ്